Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. صدق الله العلي العظيم. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പള്ളിക്കൂടം ഖുർആൻ പ്രഭാഷണ സദസ്സിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിപൂർണ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ലൈഫിലേക്ക് സംഭാവനകൾ നൽകിയ ധാരാളം ആളുകളുണ്ട്, ചെറുതും വലുതുമായ സംഖ്യകൾ. അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും പരിപൂർണ ഹിദായത്തിലായി മരിക്കുവാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആമുഖമായി ദുആ ചെയ്യും. പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറയാൻ പോകുന്ന ഈ സന്ദർഭം തിരുദൂതരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു കാര്യമാണ്, വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ജനതയുടെ നേതാവ് ആ ജനതയുടെ സേവകനായിരിക്കുമെന്നുള്ള വചനം സയ്യിദുൽ ഖൗമി ഖാദിമ, ഒരു ജനതയുടെ, ഒരു ഖൗമിന്റെ നേതാവ് അവരുടെ ഖാദിമായി. ഈ വചനത്തെ അന്വർത്ഥമാക്കുന്ന അല്ലാഹുവിന്റെ തിരുദൂതരുടെ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. സർവ്വലോകങ്ങളുടെയും നായകനായി, നേതാവായി അള്ളാഹു നിയോഗിച്ച സന്ദർഭത്തിലും തന്റെ അനുയായികളോട് അള്ളാഹുവിന്റെ തിരുദൂതർ സ്വീകരിച്ച നിലപാടുകൾ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും സർവ്വ നേതാക്കന്മാർക്കും ഒട്ടേറെ പാഠങ്ങൾ നൽകുന്നതാണ്. ഇന്ന് ലോകം ഒരുപാട് നേതാക്കന്മാരെ കാണുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലും ഒരുപാട് നായകന്മാരെ ദർശിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ലോകനായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുദൂതരുടെ നിലപാട്. വളരെ സുപ്രധാനമായ ഒരു സംഭവത്തോടുകൂടെ തുടങ്ങും. ഒരു നേതാവ് ആ ജനതയുടെ ഖാദിമായിരിക്കും, സേവകനായിരിക്കും എന്ന വചനം അല്ലാഹുവിന്റെ തിരുദൂതരുടെ ജീവിതം അത് കൃത്യമായി നമുക്ക് കാണിച്ചു തരികയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വഴിയിലൂടെ പോകുന്ന സന്ദർഭത്തിൽ വഴിയുടെ ഓരത്ത് ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്
പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അല്ലാഹുവിന്റെ തിരുദൂതർ ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത് എന്ന്. അപ്പോൾ മനസ്സിലായി ആ പെൺകുട്ടി ഒരു അടിമ പെൺകുട്ടിയായിരുന്നു. ആദ്യകാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇസ്ലാം ഘട്ടം ഘട്ടമായിട്ട് അതിനെ ഇല്ലാതെയാക്കി. അടിമ സമ്പ്രദായത്തെ അറേബ്യയിൽ നിന്ന് വളരെ തന്ത്രപൂർവം തുടച്ചു നീക്കി. ചില തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം അടിമകളെ മോചിപ്പിക്കലാണ് എന്ന് പഠിപ്പിച്ചു, കർശനമായി പഠിപ്പിച്ചു. അടിമകളെ മോചിപ്പിക്കുക എന്നത്, അവരെ സ്വതന്ത്രരാക്കുക എന്നത് പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാണ് എന്ന സന്ദേശം അല്ലാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം റസൂലുള്ളാഹിന്റെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ അടക്കം ധാരാളം ആളുകൾ അവരുടെ അടിമകളെ മോചിപ്പിച്ച് ലോകത്തിന് മാതൃക കാട്ടി. ആ കാലത്താണ് ഈ സംഭവം. നിഷ്കളങ്കയായ ആ പെൺകുട്ടി, അവർക്ക് ഒന്നിനും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. വഴിയുടെ ഓരത്ത് നിന്ന് കരയുന്നത് അല്ലാഹുവിന്റെ തിരുദൂതരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. തിരുദൂതർ ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, യജമാനൻ ഒരാവശ്യത്തിന് വേണ്ടി ഏതാനും ദിർഹമുകൾ കയ്യിൽ കൊടുത്ത് പറഞ്ഞയച്ചതാണ്. പക്ഷേ ദിർഹം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് യജമാനന്റെ അരികിലേക്ക് മടങ്ങിപ്പോയാലുള്ള അവസ്ഥ ആലോചിച്ചുകൊണ്ടാണ് നിഷ്കളങ്കയായ ആ പെൺകുട്ടി നിന്നുകൊണ്ട് കരയുന്നത്. ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുന്നു, കാരുണ്യവാനായ കരുണ മാത്രം കാണിക്കുന്ന അല്ലാഹുവിന്റെ തിരുദൂതർ തന്റെ കയ്യിൽ കരുതി വെച്ച ഏതാനും ദിർഹമുകൾ എടുത്തിട്ട് ആ പെൺകുട്ടിയുടെ കൈവശം കൊടുത്തു. എന്നിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു, അത്ര ഇനി ധൈര്യമായി പോയിക്കോളും. ചരിത്രത്തിൽ കാണാം, ഈ പെൺകുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. സമയം വൈകിയത് കൊണ്ട് ഇനി എന്ത് കാരണങ്ങൾ പറഞ്ഞാലും അവർ എന്നെ ശിക്ഷിക്കും, യജമാനന്റെ ഭാഗത്തു നിന്ന് ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് ആ പെൺകുട്ടി നിഷ്കളങ്കമായി തിരുദൂതരോട് പറഞ്ഞു, അത്രേ, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ലോകനായകൻ അല്ലാഹുവിന്റെ തിരുദൂതർ യാതൊരു മടിയുമില്ലാതെ ആ നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ കൂടെ അവരുടെ യജമാനന്റെ അരികിലേക്ക് ചെന്നു. ചരിത്രം രേഖപ്പെടുത്തുന്നു, പെണ്ണിനോടുകൂടെ ആ പെൺകുട്ടിയോട് കൂടെ പോയി. എന്തിന്? അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ. ചരിത്രം പറയുന്നു, ആ പെണ്ണിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് പ്രവാചകരുടെ ആ ചെല്ലൽ ഒരു കാരണമായി. അല്ലാഹുവിന്റെ തിരുദൂതർ ആ പെൺകുട്ടിയുടെ കൂടെ പോയി യജമാനനോട് സംസാരിച്ചു. നിങ്ങളുടെ ദിർഹം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പാവം, അവർ ഇന്ന സ്ഥലത്തിരുന്ന് അതിന്റെ പേരിൽ കരയുകയായിരുന്നു. ഞാൻ ആ ദിർഹം അവർക്ക് കൊടുത്തു, നഷ്ടപ്പെട്ടത്. പക്ഷേ സമയം വൈകിയതിന്റെ പേരിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവരെ ശിക്ഷിക്കുമെന്ന ഭയത്താൽ അവർ പ്രയാസപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ ഈ പെൺകുട്ടിയുടെ കാര്യം സംസാരിക്കാൻ നേരിട്ട് വന്നത് എന്ന് ലോകഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ തിരുദൂതർ ആ യജമാനനോട് സംസാരിച്ചപ്പോൾ ആ യജമാനന്റെ മനസ്സിൽ അത് കാരണത്താൽ പരിവർത്തനം വന്നു എന്നാണ്. അദ്ദേഹം ആ സ്പോട്ടിൽ വെച്ച്
ആ പെണ്ണിനെ എഴുത്തുക ചൊല്ലി അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രയാക്കിയെന്ന് ചരിത്രം പറയുന്നു. നോക്കൂ ഒരു നേതാവിന്റെ അവസ്ഥ. മറ്റൊരു സംഭവം കാണാം. അല്ലാഹുവിന്റെ തിരുദൂതർ തന്റെ അനുചരന്മാരോട് കൂടെ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ യാത്രയിൽ ഭക്ഷണം കഴിക്കണം, ഒരാടിനെ അറക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് നമ്മൾ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നല്ല ഹോട്ടലുകളൊക്കെ കണ്ടാൽ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാഹനങ്ങളൊക്കെ നിർത്താൻ, ആ സ്ഥലത്ത് ഒരു യാത്രയിലാണെങ്കിൽ നമ്മൾ നിസ്കരിക്കാനും മറ്റൊക്കെ സൗകര്യം ഉണ്ടോ നോക്കും, സ്വാഭാവികമാണ്. എന്നാൽ തിരുദൂതരുടെ കാലഘട്ടത്തിൽ അന്നും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ പല സൗകര്യങ്ങളില്ല, വിപുലമായ സൗകര്യങ്ങളില്ല. അതുകൊണ്ട് യാത്രയിൽ ഒരു സ്ഥലത്ത് അവർ ഇറങ്ങുകയും ഒരു ആടിനെ അറുത്തുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കാൻ അവർ തീരുമാനിച്ചു. അപ്പൊ ഒരു സഹാബി പറഞ്ഞു, നബിയെ ആടിനെ ഞാൻ അറുക്കും. ഒരു സഹാബി പറഞ്ഞു, ആടിനെ ഞാൻ തോല് പിടിക്കും. ഇറച്ചി വെട്ടുന്ന കാര്യം ഞാൻ ഏറ്റു, ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഓരോ സഹാബിമാർ ഓരോരുത്തരേൽക്കാണ്. പാകം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് ഓരോന്ന് ഏറ്റ സന്ദർഭം. അല്ലാഹുവിന്റെ തിരുദൂതർ ആ യാത്രയുടെ മാത്രം അമീറല്ല, ലീഡറല്ല, ലോകത്തിന്റെ നായകനായ അല്ലാഹുവിന്റെ തിരുദൂതർ ഉടനെ തന്നെ പറഞ്ഞു, അത്രയാണ് എന്നാൽ ഈ ഭക്ഷണം പാകം ചെയ്യാനുള്ള വറക് ഞാൻ ശേഖരിക്കുന്നതാണ്, അത് ഞാൻ കൊണ്ടുവരാം. പക്ഷെ സ്വഹാബിമാർക്കത് വശമായി. അല്ലാഹുവിന്റെ തിരുദൂതരോട് അവർ പറഞ്ഞു, നബിയെ അങ്ങ് കൊണ്ടുവരണ്ട, വറക് ഞങ്ങൾ കൊണ്ടുവരാം. അങ്ങ് ഒരിക്കലും വറകിന് വേണ്ടി അന്വേഷിച്ചു പോകേണ്ടതില്ല, അത് ഞങ്ങൾ കൊണ്ടുവരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വേണ്ട, എനിക്കും വേണം ഒരു വിഹിതം. നിങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എനിക്കും വേണം, അതിലൊരു അവകാശമുണ്ട്, ഒരു വിഹിതം എനിക്കും വേണം. അതുകൊണ്ട് വറകിന്റെ കാര്യം ഞാൻ ഏറ്റു, ബാക്കി നിങ്ങൾ നോക്കിക്കോളൂ. അങ്ങനെ ആ ആട്ടിന്റെ മാംസം പാകം ചെയ്യാനുള്ള വറക് അല്ലാഹുവിന്റെ തിരുദൂതർ കൊണ്ടുവന്നു എന്ന് ചരിത്രം പറയുന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം നോക്കും. ഒരു ജനതയുടെ നേതാവ് ആ ജനതയുടെ ഖാദിമായിരിക്കും, സേവകനായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഉദാഹരണം എന്താണ്? തത്തുല്യമായ ധാരാളം സംഭവങ്ങൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് അഹ്സാബ് സൂറത്തിൽ അല്ലാഹു പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ തിരുദൂതരിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്, റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. എല്ലാവർക്കും ഏറ്റവും നല്ല മാതൃക, ഉദാത്തമായ മാതൃക റസൂലിലുണ്ട് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. وإنك لعلى خلق عظيم. നബിയെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു മറ്റൊരു ഭാഗത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. ഇതൊക്കെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. ഇതായിരുന്നു അല്ലാഹുവിന്റെ തിരുദൂതരുടെ സ്വഭാവം. അതിന് യാതൊരു മടിയുമില്ലായിരുന്നു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, സൂറത്തുൽ അഹ്സാബിലെ ഈ വചനത്തിന്റെ വിശദീകരണത്തിൽ കാണാം. അതുപോലെ എന്ന ആയത്തിന്റെയും വിശദീകരണത്തിൽ കാണാം, അല്ലാഹുവിന്റെ തിരുദൂതർ വസ്ത്രം തുന്നുമായിരുന്നു. റസൂൽ വസ്ത്രം തുന്നുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അതിന് മാത്രം അല്ല എന്നുള്ളൊരു ചിന്ത വന്നില്ല. അറബികൾക്ക് മാത്രമല്ല, അനറബികൾക്കും നേതാവാണ് അല്ലാഹുവിന്റെ തിരുദൂതർ. സർവ്വലോകങ്ങൾക്കും ഖുർആൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയതാണ്. അതൊക്കെ അറിഞ്ഞിട്ടും അല്ലാഹുവിന്റെ തിരുദൂതർക്ക് ഒരു തലക്കനമില്ലായിരുന്നു. അല്ലാഹുവിന്റെ തിരുദൂതർ ആ വസ്ത്രം തുന്നുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ കറക്കുമായിരുന്നു പാലിന് വേണ്ടി. ഞാൻ അതിന് മാത്രമല്ല എന്നുള്ളൊരു ചിന്ത വന്നില്ല. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ തിരുദൂതർ ആടിനെ മേയ്ക്കാൻ പോകുമായിരുന്നു, ആടിന് പുല്ല് കൊടുക്കാൻ. ആടിനെ കൊണ്ട് അല്ലാഹുവിന്റെ തിരുദൂതർ ഒരിക്കൽ ഒരു പഴത്തെ പറ്റി അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞപ്പോ സ്വഹാബിമാർ ആശ്ചര്യത്തോടുകൂടെ ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ പഴത്തെ പറ്റി അറിയാൻ സാധിച്ചത്?
അത് മലയുടെ മുകളിൽ ആടിനെ മേയ്ക്കുന്ന ആളുകൾക്ക് മാത്രം പരിചയമുള്ളതാണല്ലോ. അപ്പോൾ അല്ലാഹുവിന്റെ തിരുദൂതർ തിരിച്ചു ചോദിച്ചു, ആടിനെ നോക്കാത്ത ഏത് പ്രവാചകനാണുള്ളത്? ആടിനെ നോക്കാത്ത ഏത് പ്രവാചകനാണുള്ളത്? ഞാൻ ആടിനെ മേയിച്ചിട്ടുണ്ട്, ആടിനെ നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി പരിചയമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായിരുന്നാലും റസൂലുള്ളാഹി തങ്ങൾ ആടിനെ കറക്കുമായിരുന്നു, ആടിനെ മേയ്ക്കുമായിരുന്നു, ഒട്ടകത്തിനെ മേയ്ക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പത്നിമാർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ മാംസം വെട്ടി കൊടുക്കുമായിരുന്നു. അല്ലാത്തൊരു സ്വഭാവമാണത്. വീട്ടിന്റെ അകത്ത് നിന്ന് തന്നെ അങ്ങനെ തുടങ്ങി മൊത്തം ജനങ്ങൾക്ക് നബിതങ്ങൾ ഖിദ്മ ചെയ്യാണ് വലിയ ഖാദിമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് അടിച്ചു വാരിയിരുന്നു എന്നവരെ ചരിത്രത്തിൽ കാണാം. ഒരു കുറവുണ്ടായി, ഒരു പോരായ്മയും തോന്നിയില്ല. നമ്മളിപ്പോ ഒരു നേതാവിനെ കാണാൻ വേണ്ടി ആ നേതാവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നമ്മൾ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം അടിച്ചു വരികയാണ്. നമ്മളെന്താ മനസ്സിലാക്കുക? അദ്ദേഹത്തിന്റെ ഭാര്യ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ അയാൾ അടിച്ചു പോയത് ആകെ തെറ്റുകാരനായിരുന്നു. ചിലപ്പോ ഭാര്യ പറഞ്ഞത് കേൾക്കാതെ അള്ളാന്റെ തിരുവനന്തപുരം സുന്നത്ത് നടപ്പിലാക്കിയായിരിക്കും അയാള്. വളരെ കുറവായിരിക്കും അത്, വെള്ളക്കാക്കയുടെ പോലെ. വീട് അടിച്ചു വാരുന്ന പുരുഷന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് വളരെ കുറവായിരിക്കും. സഹോദരിമാര് ഇത് കേട്ട് അവരുടെ കയ്യിൽ ചൂല് കൊടുക്കും ചെയ്യരുത്, കാരണം അതും പ്രശ്നം. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ തിരുദൂതരുടെ സ്വഭാവമാണത്. വലിയ പാടേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇറച്ചി വെട്ടുമായിരുന്നു. എത്രയോ സംഭവങ്ങൾ കാണാൻ സാധിക്കും. തന്റെ അഹ്ലിന് ഖിദ്മ ചെയ്യുകയാണ് അല്ലാഹുവിന്റെ തിരുദൂതൻ. തന്റെ വീട്ടിൽ തന്റെ പത്നിമാർക്ക് ഖിദ്മ ചെയ്തു കൊടുക്കുകയാണ്. പള്ളിയുടെ പണി നടക്കുന്ന സമയത്ത് ചരിത്രത്തിൽ കാണാം, എന്നതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, അല്ലാഹുവിന്റെ തിരുദൂതർ കല്ല് ചുമന്നിരുന്നു പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി. നമ്മൾ ഇഷ്ടികകളോ അല്ലെങ്കിൽ ചെങ്കല്ലോ കരിങ്കല്ലോ ഒക്കെ കയറ്റി പോവുകയാണെങ്കിൽ നമുക്കത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നും. എന്നാൽ അല്ലാഹുവിന്റെ തിരുദൂതർ അങ്ങനെ ചെയ്തിരുന്നു. എത്രയോ സംഭവങ്ങൾ കാണാം. റസൂൽ ഉമ്മത്തിന്റെ ഖാദിമായിരുന്നു. അത് റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഖന്തക്കിന്റെ കിടങ്ങ് കീറുന്ന സമയത്ത് വലിയ പ്രയാസത്തിലായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു അതിന്റെ ചുമതല കൺവീനർ എന്ന് പറയും. ജാബിർ റളിയല്ലാഹു അൻഹു സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഐഡിയ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൺവീനറായി. മഹല്ല് ജമാഅത്തിന്റെ യോഗം ചേരുമ്പോൾ നല്ലൊരു അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ ഒരു പുതിയ പദ്ധതിക്ക് എന്നാൽ പിന്നെ അതിന്റെ ചുമതല അയാളെ എടുക്കും. അങ്ങനെ അഭിപ്രായം പറയില്ല ആൾക്കാർ. അതിന്റെ പരിധിക്ക് വരുന്നേറി ശത്രുക്കളെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് ചർച്ച ചെയ്തപ്പോ സയ്യിദുനാ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇങ്ങനെ ചെയ്താൽ മതി, ഒരു കിടങ്ങ് കുഴിക്കുക, ശത്രുക്കൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ സാധിക്കരുത്. ഞങ്ങൾ പേർഷ്യയിൽ അങ്ങനെയായിരുന്നു, ഫാരിസിൽ ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. എന്നാൽ പിന്നെ നമുക്കും അങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് കിടങ്ങുണ്ടാക്കിയത്. അന്ന് റസൂൽ പണിയെടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തൊക്കെ വലിയ പ്രയാസത്തിലായിരുന്നു, കടുത്ത പട്ടിണിയായിരുന്നു. നമ്മളിപ്പോ പള്ളിന്റെ കാടൊക്കെ വെട്ടാൻ വേണ്ടി എല്ലാവരും കൂടി തീരുമാനിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് അരച്ചു പോലെയായിരുന്നു. അപ്പൊ അതിനായിട്ട് ആളുകൾ വരുന്നവരുണ്ടാവും. വെറുതെ കത്തിയോട്ടൊക്കെ ഒന്ന് വീശിയിട്ട്, അല്ലെങ്കിൽ ആ സമയത്തിന് കണക്കിന് വരുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ചോദിക്കും, കാട് കിട്ടുന്ന പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, പൊറാട്ടയാണോ അതോ നിവാരന്തേലും ആണോ? ഇല്ല, ഒരു മഞ്ഞ് ചായം കൊടുക്കാൻ ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇയാൾ ചൂടാകുന്ന പനി ഉണ്ടോന്ന് ചോദിക്കും. കാരണം മഞ്ഞ് ചായം കൊടുക്കാൻ അങ്ങനെയാണ് കരുതുക. എന്നാൽ നോക്കൂ, ഖന്തക്കിനെ കിടങ്ങ് കീറുന്ന സമയത്ത് സ്വഹാബിമാര് വിഷപ്പിന്റെ കാഠിന്യം കൊണ്ടോരോ കല്ല് ഒന്ന് നിവർന്ന് നിൽക്കാനേ കല്ല് കെട്ടിയിരിക്കുകയായി. അപ്പൊ നബി നല്ല ഉഷാറായിട്ട് പണിയെടുക്കുമ്പോ റസൂലെല്ലാം കൂടെ എടുക്കുകയാണ്. അല്ലാഹുവിന്റെ തിരുദൂതൻ അവിടെ കൂടെ എടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സ്വഹാബത്ത് കരുതി റസൂലിന് ആരെങ്കിലൊക്കെ എന്നെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നോക്കൂ, കാറ്റടിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കുപ്പായം ഒന്ന് പാറിയപ്പോഴാണ് സ്വഹാബത്ത് കണ്ടത്. 2 പരന്ന കല്ലുകളാണ് റസൂലുള്ളാഹി വെച്ച് കെട്ടിയിട്ടുള്ളത്. കാരണം ജാബിർ റളിയല്ലാഹു അൻഹു ഭയങ്കര വിഷമായി.
ജാബിർ റളിയല്ലാഹു അൻഹു ഉടനെ തന്റെ വീട്ടിൽ പോയി ഭാര്യയുമായിട്ട് കൂടിയാലോചന നടത്തി. അപ്പൊ അവിടെ വീട്ടിൽ അവർക്ക് മക്കൾക്കുള്ള അല്പം ഭക്ഷണം, ആ ഭക്ഷണം അവര് അള്ളാഹുവിന്റെ തിരുദൂതർക്ക് നൽകാൻ തീരുമാനിച്ചു. സ്വകാര്യമായിട്ട് വന്ന് പറഞ്ഞതാണ്. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 100 കണക്കിന് യോദ്ധാക്കളോട് പറഞ്ഞു, എല്ലാവരും ഒരുങ്ങിക്കോളൂ, ജാബിറിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്, എല്ലാവരും പുറപ്പെടാൻ നോക്കിക്കോളൂ. ജാബിർ റളിയല്ലാഹു അൻഹു ആകെ ഭയപ്പെട്ടു പോയി. കാരണം വഷളാം ഇവരെല്ലാവരും കൂടി വന്നാൽ. റസൂലുള്ളാഹി പറഞ്ഞ ഒന്നും പറയാൻ വയ്യ, വേഗം വീട്ടിലേക്ക് പോയി ഭാര്യയോട് പറഞ്ഞു. അദ്ദേഹം അസ്വസ്ഥനായി. ഭാര്യ പറഞ്ഞു, അള്ളാന്റെ തിരുദൂതർ പറഞ്ഞതിൽ എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെയാണ് തിരുദൂതർ വന്നിട്ട് 4 ആളുകൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണത്തിലേക്ക് ആ കറിയിലേക്കൊന്ന് തുപ്പി നബിയുടെ ഉമിനീര് അതിൽ തട്ടി. പിന്നെ അങ്ങനെ മുക്കിക്കൊടുക്കാൻ ഇഷ്ടം പോലെ, തീരുന്നില്ല. ചില ഹൗദിന് വെള്ളെടുത്താൽ തീരുമല്ലോ, ഒരു ലെവലിൽ ഇങ്ങനെ എന്ന് മൗലിദിന്റെ കിതാബിൽ കാണുന്നത് ആ വിഷയമാണ്. നമ്മുടെ വിഷയം എന്താ അറിയോ? അള്ളാഹുവിന്റെ തിരുദൂതർ അക്ഷരാർത്ഥത്തിൽ ഉമ്മത്തിന്റെ ഖാദിമായിരുന്നു എന്നാണ്. സമുദായത്തിന്റെ സേവകനായിരുന്നു. നല്ല വസ്ത്രം ധരിച്ച് നേതാവായി ഉപദേശം മാത്രം കൊടുക്കുന്ന ആളല്ല, ശരിക്കും പണിയെടുക്കണം. ഇന്നുണ്ടല്ലോ നേതാക്കന്മാരൊക്കെ അനുയായികളുടെ കൂടെ ഉറച്ചു നിന്ന് ലാത്തിച്ചാർജ് നടക്കുമ്പോൾ പോലീസിന്റെ അടി വാങ്ങുന്ന നേതാക്കന്മാരുണ്ട്. അവരോട് കാണുമ്പോൾ ഇഷ്ടം തോന്നും. പക്ഷെ അങ്ങനത്തെ നേതാക്കന്മാർ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ പോലീസായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. വീഴ്ചയാണെങ്കിൽ നമ്മൾ മാറിയിട്ട് ആക്കട്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ വീഴ്ച നേരത്തെ പേർക്ക് ഒരു സിഗ്നൽ കൊടുക്കും, അല്ലെങ്കിൽ ഇവരെ പണി പോകുന്നുള്ള പേടി. അങ്ങനെയൊക്കെ നടക്കും. ശരിക്കും നോക്കൂ, ഒരു നേതാവിന്റെ സ്വഭാവം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ കൂടുകയാണ്. അങ്ങനെ ഓരോ വിഷയത്തിലും അനുയായികൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വിവരം കുറഞ്ഞ ആളുകളുണ്ടാവും. അപ്പൊ അവരുടെ പല പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതരെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവിന് വേണ്ട എല്ലാ സൽഗുണങ്ങളും ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ സമ്പന്നനായിരുന്നു. ഒരു ഉദാഹരണം പറയാം. ഒരു സംഘം അഅറാബികൾ അള്ളാഹുവിന്റെ തിരുദൂതരെ കാണാൻ പരിശുദ്ധ മദീനയിലേക്ക് വന്നു. മദീന മസ്ജിദുൻ നബവിയുടെ ചുറ്റുഭാഗത്ത് അള്ളാഹുവിന്റെ തിരുദൂതരുടെ ഭാര്യമാരുടെ ചെറിയ ചെറിയ വീടുകൾ. ളുഹറിന്റെ ടൈമാണ്, ബാങ്ക് വിളിച്ചിട്ടില്ല, ബാങ്ക് മുഴങ്ങിയിട്ടില്ല. അള്ളാഹുവിന്റെ തിരുദൂതർ അതിൽ ഏതോ ഒരു വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഏത് വീട്ടിലറിയില്ല. ളുഹറിന് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് അള്ളാഹ് റസൂൽ പള്ളിയിൽ വരും. അപ്പൊ ഏതോ ഒരു വീട്ടിൽ വിശ്രമിക്കാം. ആ സമയത്താണ് ഇവിടെ വന്നത് ഒരു സംഘം ആളുകൾ തിരുദൂതരെ കാണാനും അങ്ങനെ അവർക്ക് പറ്റിയാൽ ഇസ്ലാം സ്വീകരിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ വരുന്നത്. അവർ വന്ന് അവിടെയുണ്ടായിരുന്ന സഹാബിമാരോട് ചോദിച്ചു, മുഹമ്മദ് നബി എവിടെയാന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബിമാർ പറഞ്ഞു, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, ക്ഷമിക്കണം, അപ്പൊ വരും. ബാങ്ക് വിളിക്കുമ്പോഴേക്ക് അള്ളാഹുവിന്റെ തിരുദൂതർ പള്ളിയിലേക്ക് വരും. വിശ്രമിക്കാൻ എവിടെയുള്ളതെന്ന് ചോദിച്ചു. 9 ഭാര്യമാരുടെ വീടുകളാണ്. ആ വീട്ടിൽ ഏതോ ഒരു റൂമിൽ, റൂം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുടിലുകളാണ്, അതിൽ ഏതോ ഒന്നിലുണ്ട്. അപ്പൊ നിങ്ങൾ ക്ഷമിക്കണം, ബസ് ഇപ്പോൾ വരുന്നു. കുറച്ചേരം വെയിറ്റ് ചെയ്തപ്പോ അങ്ങനെയല്ലോ പക്ക നടന്മാരായ എങ്ങനെ സംസാരിക്കാമെന്ന് ചിലപ്പോൾ അറിയാൻ കഴിയില്ല. ഇവരെ അഴറാമികൾ എന്ന് പറഞ്ഞാൽ തന്നെ നഗരത്തോട് വലിയ ബന്ധം ഉണ്ടാവില്ല. ഉൾപ്രദേശത്ത് ഗ്രാമത്തിൽ പാർക്കുന്നവരാണ്. അപ്പോൾ സംസ്കാരം കുറവായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ സാധാരണ ഏറനാടൻ ഭാഷ എന്നൊക്കെ പറയാം അല്ലേ? നിയമസഭയിലൊക്കെ അങ്ങനെ തന്നെ ഇതുണ്ടല്ലോ. ചിലത് കൈമല കഴിച്ചാൽ ചില പ്രശ്നങ്ങൾ ഏറനാടൻ ഭാഷയാണ്, കുഴപ്പമില്ല. ചില തെറികളൊക്കെ രക്ഷപ്പെടും. അപ്പോ നമുക്കറിയാം, ഉൾപ്രദേശത്ത് പാർക്കുന്നവരും നഗരത്തിൽ പാർക്കുന്നവരും വ്യത്യാസമുണ്ടാവും. അപ്പൊ ഇവർക്ക് എങ്ങനെയൊക്കെ സംസാരിക്കാമെന്ന് അറിയില്ല. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലല്ലോ, നബിയെ കാണണം, ശിവർക്ക് മര്യാദ ഉണ്ടായില്ല. ഇവരെന്ത് ചെയ്തു അറിയോ? ഏതോ ഒരു റൂമിൽ നബിതങ്ങളുണ്ടല്ലോ. അപ്പൊ ഇവന് ഈ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വീടിന്റെ മുന്നിലൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങി. ഓരോ വീടിന്റെ മുന്നിൽ നിന്നും യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും 4 നടന്ന് ഇത് കുടുത്തം കൊടുന്ന് കണ്ടപ്പോ അള്ളാന്റെ ദൂതർ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. വിശ്രമം താളം തെറ്റി. എന്നാൽ നേതാവായ അള്ളാഹുവിന്റെ തിരുദൂതരുടെ മുഖത്ത് ഒരിക്കലും ഒരു പ്രയാസം കണ്ടില്ല. അതല്ലേ നേതാവ്. ഈ നേതാക്കന്മാരാകുമ്പോ പലപ്പോഴും വരുന്ന ആള് അയാളപ്പോ വരെ എന്നിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവും.
അപ്പൊ അങ്ങനെ ആകുമ്പോൾ പലപ്പോഴും നേതാക്കന്മാർക്ക് പ്രയാസം വരും. അപ്പൊ മുഖത്ത് നീരസം പ്രകടിപ്പിക്കും. ഇനിയിപ്പോ ഒരു തിരക്കും ഇല്ലെങ്കിലും ചിലപ്പോ നേതാവ് ഏൽപ്പിച്ച ആള് നേതാവ് ഇവിടെ ഇല്ല എന്ന് പറയുന്ന അവസ്ഥ വരെയാണ്. അത് നമ്മൾ മാതൃകയാക്കേണ്ടത് പാണക്കാട് സാദാത്തുക്കളെ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെയുള്ള കാലത്ത് എത്ര ആളുകൾ വന്നാലും എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ആരെയും നമുക്ക് ഒരാളെയും വർദ്ധിക്കൂല. വെള്ളം വന്നിട്ട് മോളെ കല്യാണമുണ്ട്, തെങ്ങാപ്പുറത്ത് ഉൽപ്പാദിക്കണം. അപ്പോഴേക്ക് മറ്റാൾ പറയുന്നുണ്ടാവും, അവിടെ തുടങ്ങി കഴിഞ്ഞു പ്രാവശ്യം. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇപ്പോ നമ്മുടെ നായകൻ, പാണക്കാട്ടെ കാരണവർ, അവരങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് അപ്പോഴേക്ക് വേറൊരാൾ പറയുന്ന മറ്റൊരു കാര്യം, ഫാത്തിഹ ചെയ്യുന്നു. അതുകൊണ്ടല്ലേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒക്കെ ഖബർ സിയാറത്ത് ചെയ്യാൻ വരുന്ന ആളുകൾ ആ ഫാത്തിഹയ്ക്കൊക്കെ പകരം ഇപ്പൊ യാസീൻ കൊടുത്തുകൊണ്ടിരിക്കണം. ആലോചിക്കണം നമ്മൾ. ഞാൻ ഓർക്കുകയാണ്, പരപ്പനങ്ങാടി ഭാഗത്ത് ഒരു ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് പോരുമ്പോ രാത്രി പോരുമ്പോ ജസ്റ്റ് അവിടെ നിന്ന് കയറി ഒരു സിയാറത്ത് ചെയ്ത് പോയായിരുന്നു. ആരും ഉണ്ടാവില്ല എന്ന് കരുതിയില്ല, ചെന്നതാണ്. അവിടെ 1-2 വാഹനങ്ങളുണ്ട്. ദൂരെ ദിക്കിൽ നിന്ന് വന്ന ഒരു സംഘം സിയാറത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ യാസീനിൽ എണ്ണം കൂടി. അത് കഴിഞ്ഞിട്ട് ദ്വാരത്ത് പോരാനായിരുന്നു. ഒരു യാസീൻ തീർന്നപ്പോ ആ നേതൃത്വം കൊടുക്കുന്ന ആള് അടുത്ത യാസീൻ കൊടുക്കും. ഞാനാണ് ഈ യാസീനെ മാത്രം പറഞ്ഞു വരികയാണ്. എൻ്റെ കൂടെ അവിടുന്നുള്ള സംഘാടകരും ഞാന് പിന്നെ സുബൈക്ക് അടുത്ത ക്ലാസ്സിൽ പോകണം, പെട്ടെന്ന് വീട്ടിലാണ്. ആ യാസീൻ കൂടി കഴിഞ്ഞിട്ട് ദുആ ഉണ്ടാവുമെന്ന് കരുതി ഞാൻ ഇഖ്ലാസ് തുടങ്ങുമെന്ന് കരുതി ഇയാളത്തെ യാസീനാണ്. ഒരു മുതലാക്കാണ് സംഭവം, ഒരു മുതലാക്കാണ്. കാരണം എന്താ വെച്ചാൽ ഒരു വളരെ ദൂരത്ത് നിന്ന് വന്നതാണ്. ഒരു വന്ന വാഹനം കണ്ടതെന്ന് അറിയാം. പിന്നെ അവർ മുഷീന്റെ അവസ്ഥ കണ്ടാലും അറിയാം. അപ്പൊ ഞാൻ ചിന്തിച്ച് കുറച്ചു ഇത് ചിലപ്പോൾ 3 നിൽക്കാതെ പോയാലോ, ചിലപ്പോൾ 5 കണക്കാക്കിയിട്ടുണ്ടോ. വിരോധം ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആലോചിക്കണം, ഇങ്ങനെ ആളുകൾ കൊടുക്കാൻ എന്താ തയ്യാറായത്? ഒരു തിരിച്ചുകിടെല്ലാം കൊടുത്തു. ഇന്നത്തെ നേതാക്കന്മാർക്കൊക്കെ വലിയ പാഠമാണ്. അവർക്കാണ് വലിയ തിരക്ക്. എന്നാൽ ആരെയും പ്രവർത്തിക്കൂല, ഒരാളെയും പ്രവർത്തിക്കൂല. ഉള്ളവരെയും ഇല്ലാത്തവരെയൊക്കെ ഒരേ കണ്ടുകൊണ്ട് ഓർക്കണം നമ്മളത്. ഇത് അള്ളാഹുവിന്റെ തിരുദൂതരുടെ മാതൃകയാണ്. പരിശുദ്ധ മദീനയിലേക്ക് ഹിജ്റ പോയ അള്ളാഹുവിന്റെ തിരുദൂതൻ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിലാണല്ലോ വിശ്രമിച്ചത്. അത് നറുക്കെടുപ്പ് പോലെ നടന്നത്. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. പ്രശ്നം എന്ന് പറഞ്ഞാല് ആ പ്രശ്നം പരലോകത്ത് വിജയിക്കാനുള്ള മത്സരം. എന്റെ വീട്ടിലേക്ക് വരണം, എന്റെ വീട്ടിലേക്ക് വരണം. ഹസൻ എഴുത്തങ്ങൾ പറഞ്ഞു, ഏത് സ്വഹാബിയുടെ വീട്ടിന്റെ മുന്നിലാണോ എന്റെ ഒട്ടകം മുട്ടുകുത്തുന്നത് ആ വീട്ടിലേക്ക് ഞാൻ വരുന്നതാണ്. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അതിന് ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിന് ചെറിയൊരു നിലയുണ്ടായിരുന്നു. ഇതുപോലല്ല, നമ്മുടെ വീടിന്റെ നില പോലല്ല, കോൺക്രീറ്റിൻ്റെതല്ല, ഈത്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയത്. നബിതങ്ങൾ പറഞ്ഞ എന്താണ്? മുകൾ ഭാഗമാണ് നബിക്ക് ഒരുക്കിയത്. നബിയെ ബഹുമാനിച്ചു. നബിതങ്ങൾ പറഞ്ഞത്, ആളുകൾ വരുമ്പോൾ നല്ലത് ഞാൻ താഴെ നിൽക്കണം, അതുകൊണ്ട് ഞാൻ താഴെ നിലയിലുള്ള. ഒന്ന് ഓർത്തു നോക്കൂ നേതാവിന്റെ സ്വഭാവം. എന്നെ കാണാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ, അവർക്ക് ഏറ്റവും സന്തോഷം പെട്ടെന്ന് കാണാനതാണ്. ഞാൻ അടിഭാഗത്ത് നിന്നുകൊള്ളാം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മദീന ഏറ്റവും കൂടുതൽ പ്രോജ്വലിച്ചത് മദീനയിലേക്ക് റസൂൽ വന്ന സന്ദർഭമാണെങ്കിൽ പരിശുദ്ധ മദീന പ്രകാശം നഷ്ടപ്പെട്ടത് തിരുദൂതർ ഈ ലോകത്തോട് വട പറഞ്ഞ സന്ദർഭത്തിലാണ്. നമുക്കൊരു വിഷയമായിട്ട് മറ്റൊക്കെ പറയാം. റസൂലുള്ളാഹിന്റെ വഫാത്ത് അത് വലിയ സംഭവമാണ്. ഏതായിരുന്നാലും പറഞ്ഞു വരുന്ന റസൂൽ എപ്പോഴും ജനങ്ങൾക്ക് ഖിദ്മ ചെയ്യണം. അതായിരുന്നു റസൂൽ. എന്തായിരുന്നാലും ഇവിടെ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ഒരു സംഘം വന്നിരിക്കുകയാണ്. നേതാവായ റസൂൽ ഒന്ന് വിശ്രമിക്കാനും സമ്മതിച്ചില്ല. റസൂൽ ഇപ്പൊ വരുന്നു പറഞ്ഞിട്ടും ഒരു കർത്തണ്ടൊന്നുമില്ല. എന്നാലും വെറുതെ ധൃതി കൂട്ടുകയാണ്. യാ മുഹമ്മദ് മര്യാദയില്ലാതെ റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി വന്നു. എന്നിട്ട് അവരുമായി സംസാരിച്ചു. പാവപ്പെട്ട ആ വിഭാഗത്തിന് സന്തോഷായി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. അവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. ഇവിടെ നിബിധങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. അവർ അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് മാത്രമല്ല, ഒരു പേര് വിളിക്കുകയാണ്. യാ റസൂലല്ലാഹ് എന്ന് പറയേണ്ടതിന് പകരം ഫാത്തിമ ബീവി പോലും അങ്ങനെയാണ് വിളിച്ചത്. റസൂലുള്ളാഹിന്റെ പത്നിമാര് തിരുദൂതരെ വിളിച്ചത് യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിന്റെ അമ്മോശനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിളിച്ചത് മോനെ എന്നല്ല, യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളുടെ അമ്മോശനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിച്ചത് യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിന്റെ മരുമക്കളായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അവരൊക്കെ വിളിച്ചത് യാ റസൂലല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല ആയത്തിൽ പറയുന്നുണ്ട്, ലാ തജഅലൂ ദുആഅർ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ അന്യോന്യം വിളിക്കുന്നത് പോലെ റസൂലിനെ വിളിക്കരുത്. ആ ആയത്തിന് പ്രധാനമായി 3 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ പേര് വിളിക്കുന്നത് പോലെ റസൂലിനെ പേര് വിളിക്കരുത്. രണ്ടാമത്തത്, നിങ്ങൾ വിളിക്കുന്നത് പോലെ റസൂലിന്റെ വിളിയെ നിങ്ങൾ കാണരുത്, പെട്ടെന്ന് ഉത്തരം ചെയ്യണം. മൂന്നാമത്തെ അർത്ഥം, നിങ്ങളുടെ ദുആഅ് പോലെ റസൂലിന്റെ ദുആഅിനെ നിങ്ങൾ കരുതരുത്. റസൂൽ പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ ഉത്തരം കിട്ടും. റസൂൽ വിളിച്ചാൽ വേഗത്തിൽ ഉത്തരം ചെയ്യണം. മറ്റുള്ളവരെ പേര് വിളിക്കുന്ന പോലെ നിങ്ങൾ റസൂലിനെ ഒരിക്കലും പേര് വിളിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുകയാണ്. എന്നിട്ടും ഈ അഅറാബികൾ അവർക്കറിയില്ലല്ലോ യാ മുഹമ്മദ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നീരസം പ്രകടിപ്പിച്ചില്ല. എന്നാൽ അല്ലാഹു തആല നബിയോട് ഇങ്ങനെ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ. ആ മുറികളുടെ പിന്നിൽ നിന്ന് നബിയെ താങ്കളുടെ പേര് വിളിച്ചവർ അവർ വിവരമില്ലാത്തവരാണ് നബിയെ. റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വീടുകൾ അവിടെ ഗുജറാത്ത്, ഓരോ റൂമുകളും ഓരോ ഭാര്യമാർ, അതിന്റെ പിറകിൽ നിന്നുകൊണ്ടാണ് ഇവർ വിളിച്ചത് യാ മുഹമ്മദ് എന്ന്. അല്ലാഹു പറയുന്നു, നബിയെ നബിയുടെ മഹത്വം നോക്കണം, വിഷമിക്കണം കേട്ടോ, അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. വലൗ അന്നഹും സ്വബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. അല്ലാഹു പറയുന്നു, നോക്കൂ, ആ അഅറാബികൾ അങ്ങ് ഇറങ്ങി വരുന്നത് വരെ, അവരിലേക്ക് വരുന്നത് വരെ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അത് എത്ര നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. പക്ഷെ അവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞ. അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവൻ കാരുണ്യവാനാണ്. സാരല്ല നബിയെ, എനിക്ക് പ്രശ്നമില്ല. ഒരു നേതാവിന്റെ സ്വഭാവമാണ് സഹോദരായതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു അഅറാബി വന്നിട്ട് നബിയോട് ഒരിക്കൽ പറഞ്ഞില്ലേ, എഴുതില്ല മുഹമ്മദ്, മുഹമ്മദേ നീതി പാലിക്കണം. നബിയോട് നീതി പാലിക്കുന്ന ആരാ ലോകത്തുള്ളത്? ആരുമില്ല. റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും നൽകുകയാണെങ്കിൽ നീതിയോടുകൂടെയാണ് നൽകുക. എല്ലാവരോടും നീതി കാണിക്കും, എല്ലാവരോടും. മഖ്സൂമിയ കുടുംബത്തിലെ ഒരു പെണ്ണ് മോഷണം നടത്തി. ആ പെണ്ണ് കാര്യപ്പെട്ട പെണ്ണാണ്. അപ്പൊ ചിലര് പറഞ്ഞു, ആ പെണ്ണിന്റെ കൈ നബി അറിഞ്ഞാൽ പോയിക്കോ, അത് നമ്മുടെ തറവാടിന് ഒരു അപമാനമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ദത്തുപുത്രനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ നബിയുടെ ദത്തുപുത്രനാണല്ലോ, വളരെ അടുത്ത ആളാണല്ലോ, അതുകൊണ്ട് പുണ്യ നബിയോട് നിങ്ങളൊന്ന് ശുപാർശ ചെയ്യണം. ഇനി അവൾ ഒരിക്കലും മോഷ്ടിക്കില്ല, അവളെ കൈ മുറിക്കരുത്, ഒന്ന് സഹായിക്കണം. സയ്യിദ് റളിയല്ലാഹു അൻഹു തോന്നി, ഞാൻ നബിയോട് അത്ര അടുത്ത ആളാണല്ലോ, നേരെ ചെന്നും റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി അള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താനേറെ ഇഷ്ടപ്പെടുന്ന തന്റെ ദത്തുപുത്രനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പൊട്ടിത്തെറിച്ചു. അള്ളാന്റെ ഒരു നിയമം ആ വിഷയത്തിലാണ് റെക്കമെൻഡ് വന്നത്. അള്ളാന്റെ തിരുദൂതനാണ് പറഞ്ഞത്, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ. മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടത് എങ്കിലും അവളെ കൈ ഞാൻ മുറിക്കുന്നതാണ്.
എൻ്റെ മോളെ കൈ വരെ വിളിക്കും ഞാൻ കണ്ടാൽ. ഇതാണ് രീതി. ആ നബിയോട് അവർ അഴറാവി പറയുന്നത് ഇത് ചെയ്യാൻ മുഹമ്മദ്. റസൂൽ ഒന്നും ചൂടായി. അങ്ങനെയുള്ള പട്ടി നമ്മളെ കടിക്കുമ്പോൾ പട്ടി നമ്മൾ തിരിച്ച് കടിക്കൂല. നിങ്ങൾക്ക് കടിച്ചാൽ അത് കഴിക്കുന്നത് ഇല്ല. അത് പട്ടിൻ്റെ സ്വഭാവം കാണിച്ചു. അതിനകത്ത് നമ്മൾ ആരെന്ത് പറഞ്ഞാലും പ്രതികരിക്കാതിരിക്കണം എന്നല്ല കേട്ടോ. എവിടെയും ഉണ്ടാകും ആളുകൾ പിരിവിട്ടിട്ട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം, അല്ലെങ്കിൽ ആത്മാഭിമാനം നഷ്ടപ്പെടും. ഒന്നിനും പ്രതികരിക്കൂലാണ് ഇല്ലല്ല. പള്ളിയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പള്ളിയിൽ ജനറബോഡി നടക്കുമ്പോൾ ഒരാളെ എഴുന്നേറ്റ് പറഞ്ഞു, മദ്രസയിലേക്ക് നമ്മൾ പരിസരയൊക്കെ തരുന്നുണ്ട്, അതുകൊണ്ട് മദ്രസയുടെ ഒരു ഭാഗം ഞങ്ങളെ പേരിൽ തരണം എന്ന് പറഞ്ഞു. ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ എഴുന്നേറ്റുന്നുണ്ട്. അത് ചോദിച്ചതേ ആയപ്പോൾ ഓർമ്മ. സത്യം അങ്ങനെ ഒരു മടലിൽ നടന്ന മേൻസ്ഥലം എന്ന് പറയുന്നത് രണ്ടാമതൊരു പ്രശ്നം അവിടെ വേണ്ടാതില്ല. മദ്രസ ഊരിയൊക്കെ ചോദിച്ചു, ആ ഊരിയെ കിടന്നാണ് അയാൾ നീച്ചു കൂട്ടിയാൽ പൊക്കിനെടുത്തിട്ട് കരക്കൊണ്ടായിരുന്നു. ഇയാൾ തിരിഞ്ഞു നോക്കാറില്ല. ഇങ്ങനെ പിന്നെ വന്ന അടി ഉറപ്പാണ്. അത് തന്നെ കുട്ടികൾ പൊട്ടിച്ചു. പിന്നെ മദ്രസ ബോധനി വെക്കുന്ന ഒരു പൂതി അയാൾക്ക് നല്ല ആ മകനിൽ ആർക്കും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഞാൻ ഈ പറയുന്ന സമയം വരെ ഉണ്ടായിട്ടില്ല. ആ നന്നായി. അയാൾ ഓടിയ സ്ഥലത്ത് പുല്ലുപോലും വളർത്തില്ല. അത്ര മഴയതാണ്. ആചാര്യ ഓട്ടോ കൊടുക്കും. അത് ചിലതങ്ങനെയാണ്. എന്നാൽ ചിലത് നമ്മൾ പ്രതികരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു അഴറാബി റസൂലുള്ളാഹിന്റെ തോളിലൂടെ ഷാളൊരു വലിച്ചു. പെട്ടെന്ന് വലിച്ചപ്പോൾ അതിന്റെ കര റസൂലിന്റെ കഴുത്തിനോട് പതിഞ്ഞു. വേദന കൊണ്ട് പൊളഞ്ഞു. പെട്ടെന്തോ ആവശ്യമുണ്ട്. റസൂൽ കൂടെ ഉള്ളവരോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് കൊടുത്തില്ല. നമ്മളും ചിരിക്കും, പക്ഷെ അത് പുത്തിരിയാവില്ല. ഇതിനാണ് കൊലച്ചിരി എന്ന് പറയുന്നത്. ചിരിയക്കണ്ടോ? അത് സുഖമുള്ള ചിരിയാവില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖാ. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് അതിൽ പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിന് കാരണം പറയുന്നത് അറിയോ? അനസ് റളിയല്ലാഹു അൻഹു നബിയുടെ ഖാദിമായിരുന്നു. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹിക്ക് ഖിദ്മ ചെയ്യുന്ന ആള്. വലഖദ് ഖദംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതർക്ക് 10 കൊല്ലം ഖിദ്മ ചെയ്തു. 10 വർഷം തുടർച്ചയായി. ഫമാ ഖാലനി ഖത്തു ഉഫിൻ. ഈ 10 കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും നബി തങ്ങൾ എന്നോട് ഒരു വിഷയത്തിൽ ഛേ എന്ന് പറഞ്ഞില്ല. എന്തെങ്കിലും വിഷയത്തിന്റെ പേരിൽ ഛേ എന്ന് പറയില്ല. വലാ ഖാലനി ശൈഇൻ ഫഅൽതുഹു ലിമ ഫഅൽതുഹു. ഞാൻ ചെയ്ത ഒരു കാര്യത്തെ പറ്റി ഒരിക്കലും നബി തങ്ങൾ എന്നോട് എന്തിനാണ് അനസേ നീ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ല. വലാ ബിശൈഇൻ ലം അഫ്അൽഹു അലാ ഫഅൽത കദാ. ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെ പറ്റി അനസേ നിനക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നും എന്നോട് ഒരിക്കലും തിരുദൂതർ പറഞ്ഞിട്ടില്ലെന്ന് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിയുടെ കാഴ്ചപ്പാടില്ല അല്ല, പ്രമാത്രം സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംർ ഇബ്നുൽ അസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായിട്ട്, ഇന്ന മിൻ ഖിയാരികും അഹ്സനകും അഖ്ലാഖാ. നിങ്ങൾ ഏറ്റവും നല്ല ആളുകൾ, നിങ്ങൾ ഏറ്റവും ഉത്തമർ, ഏറ്റവും നല്ല സ്വഭാവക്കാരാകുന്നു. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാരോ അവരാണ് നിങ്ങളിൽ ഉത്തമരെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുദൂതർ പറഞ്ഞതായിട്ട്, മാ മിൻ ശൈഇൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഹുസ്നിൽ ഖുലുഖ്. ഒരു മുഅ്മിനായ മനുഷ്യന് നാളെ പരലോകത്ത് അവന്റെ മീസാനിൽ സൽസ്വഭാവത്തെക്കാൾ ധനം കൂടിയ ഒരു കാര്യവും ഇല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
തിരുദൂതർ നമുക്ക് കാണിച്ചു തന്നു. നാളെ പരലോകത്ത് നന്മ തിന്മകൾ തൂക്കുന്ന സന്ദർഭം, ആ നന്മ തിന്മകൾ തൂക്കുന്ന സന്ദർഭം ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങുന്നത് സൽസ്വഭാവമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജതസ് സ്വാഇമിൽ ഖായിം. ഒരു സത്യവിശ്വാസി അവന്റെ സൽസ്വഭാവം കാരണം നിരന്തരം നോമ്പ് അനുഷ്ഠിക്കുന്ന, ഇടതടവില്ലാതെ നോമ്പ് നോൽക്കുന്ന, ഇടതടവില്ലാതെ നിസ്കരിക്കുന്ന ഒരാൾക്ക് എത്ര പ്രതിഫലം ലഭിക്കുമോ തത്തുല്യമായ പ്രതിഫലം സൽസ്വഭാവത്തിന് അല്ലാഹു നൽകുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി പറയുകയാണ്. ഇതാ അവർ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുക മാത്രമല്ല, അത് കൃത്യമായിട്ട് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഉഹദിന്റെ പടക്കളത്തിൽ നമുക്ക് പരാജയം സംഭവിച്ചു. തിരുദൂതരുടെ നിർദ്ദേശം നടപ്പിലാക്കുന്ന വിഷയത്തിൽ ചിലരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നതാണ് ആ യുദ്ധത്തിന്റെ പരാജയത്തിന്റെ കാരണം. മലയുടെ മുകളിൽ നിൽക്കുന്നവരോട് ഞാൻ പറയാതെ ഒരിക്കലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങരുത് എന്ന് തിരുദൂതർ പറഞ്ഞതായിരുന്നു. പക്ഷേ ആദ്യ ഘട്ടത്തിൽ ശത്രുക്കൾ വരണ്ടോടി. റസൂലുള്ളാഹിന്റെ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് മലമുകളിൽ നിൽക്കാൻ പറഞ്ഞ സ്വഹാബിമാർ അവിടെ നിന്നിറങ്ങി. അതോടുകൂടെ പിന്തിരിഞ്ഞോടിയ ശത്രുക്കൾ ആ വഴിയിലൂടെ കയറി. നമുക്ക് വലിയ പരാജയം സംഭവിച്ചു. 70ഓളം ആളുകൾ ഷഹീദായി. അത്രയ്ക്കും ആളുകൾ മാരകമായ പരിക്ക് പറ്റി. റസൂലുള്ളാഹി തങ്ങൾ ഷഹീദായി എന്ന കിംവദന്തി പോലും പരന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സ്വഹാബിമാരുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ശകാരിക്കുമോ? തിരുദൂതർ ദേഷ്യപ്പെടുമോ? തിരുദൂതരുടെ ദേഷ്യം ഉണ്ടായാൽ അത് അല്ലാഹുവിന്റെ ദേഷ്യത്തിന് കാരണമാകും. തിരുദൂതർ വാക്ക് പറയുമോ എന്ന് ഭയന്നു അവർ. വഴക്ക് പറയുമോ എന്ന് ഭയന്നു. ആക്ഷേപിക്കുമോ എന്ന് ഭയന്നു. പക്ഷേ സ്വഹാബിമാരാകെ അത്ഭുതപ്പെട്ടു പോയി. തിരിച്ചു പോരുമ്പോ 70ഓളം ആളുകൾ നഷ്ടപ്പെട്ട ആ ദുഃഖത്തിൽ തിരിച്ചു പോരുമ്പോഴും റസൂൽ ആരെയും ആക്ഷേപിച്ചില്ല. അതുകൊണ്ടാണ് പരാജയം, ഇതുകൊണ്ടാണ് പരാജയം, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല, ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് റസൂൽ ആരെയും വാക്ക് പറഞ്ഞില്ല. ഇത് സ്വഹാബിമാരാകെ ആശ്ചര്യപ്പെടുത്തി നേതാവിന്റെ സ്വഭാവം. അല്ലാഹു അതിനെ പറ്റി പറയുന്നുണ്ട്, നബിയെ അങ്ങ് പരുഷമായി അവരോട് പെരുമാറിയിരുന്നുവെങ്കിൽ അങ്ങയുടെ ചുറ്റുഭാഗത്ത് നിന്ന് അവർ അകന്നു പോയേനെ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. നേതാവായ തിരുദൂതർ, ഇരു ലോകത്തിന്റെയും നേതാവായ അറബികളുടെയും അനറബികളുടെയും നേതാവായ തിരുദൂതരുടെ സമകാലികരായ ആളുകളോട് അവരോട് സ്വീകരിച്ച നിലപാട് അക്ഷരാർത്ഥത്തിൽ അവരുടെ ഒരു സാധ്യമായി എല്ലാം ചെയ്തു കൊടുത്തു. കഷ്ടമനാഥനായി ജാതനായെങ്കിലും ശിഷ്ടർക്ക് നാഥനായി വർത്തിച്ച സാത്വിക. ഹിന്ദു കവിയായ ഒരു ഹിന്ദു കവി റസൂലുള്ളാഹി തങ്ങളെ പറ്റി പാടിയിട്ടുണ്ട്. കഷ്ടമനാഥനായി ജാതനായെങ്കിലും ശിഷ്ടർക്ക് നാഥനായി വർദ്ധിച്ച സാത്വിക. അനാഥനായി വന്ന അല്ലാഹുവിന്റെ തിരുദൂതർ എല്ലാവർക്കും നാഥനായി, ഒരു വ്യത്യാസവും കാണിച്ചില്ല. എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറി. ഒരാളുടെ ആവശ്യം പറഞ്ഞു വന്നാൽ അത് പൂർത്തിയാക്കുന്നത് വരെ തിരുദൂതർക്ക് വിശ്രമമില്ലായിരുന്നു. ആ മാർഗമാണ് യഥാർത്ഥത്തിൽ നമ്മളും സ്വീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്ന സന്ദർഭത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നത്, അത് നമ്മൾ കരാറ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്യാം. അത് നേതാവാകണം, തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നൊന്നുമില്ല. ഓരോരുത്തരും കഴിവിന്റെ പരമാവധി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് ആളുകൾ ഈ ആഴ്ചയിൽ സംഭാവന നൽകിയിട്ടുണ്ട്.
മാനസികമായ വിഷമങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി ഒരു സഹോദരന് ഒരു 500 രൂപ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരൻ്റെ കുടുംബത്തിൽ, ആ സഹോദരൻ്റെ ജീവിതത്തിൽ അള്ളാഹു താല സന്തോഷം നൽകട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹു നീക്കട്ടെ. ആമീൻ. വേങ്ങരയിലുള്ള ഒരു സഹോദരൻ നമ്മുടെ റിലീഫിലേക്ക് ഒരു 10,000 രൂപ നൽകിയിട്ടുണ്ട്. ആ സഹോദരൻ്റെ വിഷമങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. ആ സഹോദരൻ്റെ കുട്ടികളുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. ആ സഹോദരൻ്റെ വിദേശത്തുള്ള സഹോദരൻ്റെ ജോലിയിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ. അതുപോലെ ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു 500 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ സഹോദരൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശം കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ വീട്ടിൽ ബറക്കത്ത് നൽകട്ടെ. ആമീൻ. അതുപോലെ ഒരു സഹോദരൻ ഒരു 1000 രൂപ പ്രത്യേകം ഉമ്മ നൽകിയതാണ് എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ സഹോദരൻ്റെ വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. അള്ളാഹു താഴെ അത് പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള അവസരം നൽകട്ടെ. അതുപോലെ ഒരു സഹോദരൻ ആലത്തൂർപ്പടിയിലുള്ള ഒരു സഹോദരൻ 200 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. വിദേശത്തുള്ള ഒരു സഹോദരൻ 2500 രൂപ നൽകിയിട്ടുണ്ട്. 2000-ഉം ഒരു 500-ഉം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നൽകിയതാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ആ സഹോദരൻ്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. ജോലിയിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഗൾഫിലുള്ള നമ്മുടെ ഒരു സഹോദരൻ 1000 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ജോലിയിൽ ബറക്കത്ത് നൽകട്ടെ. നല്ല ആരോഗ്യം നൽകട്ടെ. ഇത്ര നല്ല കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു റാഹത്ത് നൽകട്ടെ. ഒരു സഹോദരന് ഒരു 500 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. ഗൾഫിൽ നിന്ന് ചില പ്രയാസങ്ങൾ വന്നപ്പോൾ നേർച്ചയാക്കിയതാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടുണ്ട്. അള്ളാഹു സന്തോഷം നൽകട്ടെ. ഒരു സഹോദരി ഒരു 300 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അതുപോലെ തന്നെ ഒരു സഹോദരി ഒരു 151 രൂപ. ഇത് രണ്ടും ഒരു വീട്ടിൽ നിന്നാണ്. 300, 151 രൂപ. അള്ളാഹു തആല കബൂലാക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഒരു സഹോദരൻ അത്താണിക്കലുള്ള ഒരു സഹോദരന് ഒരു 1000 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. മകന് ചില പ്രയാസങ്ങളുണ്ട്. ആക്സിഡൻറ്റിൽപ്പെട്ട് അള്ളാഹു തആല പരിപൂർണ്ണ ശിഫ നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഒരു സഹോദരന് ഭാര്യയുടെ കാര്യത്തിലൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 200 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒരു 551 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അവരുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ നേർച്ചയാക്കിയത് ഒരു 313 രൂപ ഒരു സഹോദരി നൽകിയിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹുവേ, ഇത്രയും സമയം ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ കേൾക്കുന്നത് എല്ലാം സ്വീകരിക്കണേ റഹ്മാനെ. ഇത് ലൈവായിട്ട് കേൾക്കുന്നവർ, വിശുദ്ധ ഖുർആനിനെ പരിഗണിക്കുന്നവർ, ഇത്തരം നല്ല കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തിയവർ, അള്ളാഹുവേ, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരണേ റഹ്മാനെ. എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും തീർത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികളുടെ ശിഫ നൽകണേ റഹ്മാനെ. ഭാര്യമാരുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും ഒക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവേ, അവിടെയൊക്കെ പ്രയാസങ്ങളെ തീർത്തു കൊടുക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളെയും തീർത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഗർഭിണികളുടെ കാര്യത്തിൽ ദുആ ചെയ്യാൻ പറഞ്ഞതുണ്ട്. അള്ളാഹുവേ, എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. സുഖപ്രസവം നൽകണേ റഹ്മാനെ. സ്വാലിഹീങ്ങളായ മക്കളെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. നമ്മുടെ മാതാപിതാക്കൾക്ക് ഖൈർ നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. നിങ്ങളുടെ റിലീഫിലേക്ക് സഹായിച്ച ധാരാളം ആളുകൾ ഈ നാട്ടിൽ നിന്നും പുറത്തു നിന്നും അതുപോലെ വിദേശത്തു നിന്നൊക്കെ നൽകിയവരുണ്ട്. അള്ളാഹുവേ, അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് സ്വർഗത്തിലും ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.